എല്ലാ കൂട്ടുകാർക്കും ക്വിസ് ബ്രെയിനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വായനാദിന ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് മനഃപ്പാഠമാക്കുവാൻ 1-2 തവണ റിപ്പീറ്റായിട്ട് വീഡിയോ കാണുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 1500 ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മസ്റ്റായിട്ട് ലൈക്ക് അടിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്നാണ് വായനാ ദിനം ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. ആരുടെ ഓർമ്മയ്ക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ഉത്തരം 1996 മുതൽ. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. PN പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം നിലമ്പേരൂർ, ആലപ്പുഴ. PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷത്തിലാണ്? ഉത്തരം 2004 ജൂൺ 19. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം തിരൂർ തുഞ്ചൻപറമ്പ്, മലപ്പുറം. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാവാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഉത്തരം ജൂൺ 25 വരെ. അൽ അമീൻ പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം ഏതാണ്? ഉത്തരം സാഹിത്യലോകം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരി ആരാണ്? ഉത്തരം P. വത്സല. 2021 വയലാർ പുരസ്കാരം ലഭിച്ച മാന്തരളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ബെന്യാമിൻ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം ആരുടെ വരികളാണ് ഇത്? ഉത്തരം അക്കിത്തം അച്യുതൻ നമ്പൂതിരി. കേരളത്തിന്റെ ഭരണഭാഷ ഏതാണ്? ഉത്തരം മലയാളം. ലോകത്തിലെ പ്രാചീന സാഹിത്യം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഉത്തരം ഗ്രീക്ക് സാഹിത്യം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥലോകം. മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണുനീലി സന്ദേശം. ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം ചെമ്മനം ചാക്കോ. നീർമാതളം പൂത്തകാലം എന്ന കൃതി എഴുതിയത് ആരാണ്? ഉത്തരം മാധവിക്കുട്ടി. രമണൻ എന്ന പ്രശസ്ത കാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം ചങ്ങമ്പുര കൃഷ്ണപിള്ള. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ആരുടെ വരികളാണിത്? ഉത്തരം കുഞ്ഞുണ്ണിമാഷ്. ലോക പുസ്തക ദിനമായി ഏപ്രിൽ 23 ആചരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം വില്യം ഷേക്സ്പിയറുടെ ജനനവും മരണവും ഏപ്രിൽ 23 ആണ്. സാരേ ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏത് ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്? ഉത്തരം ഉറുദു ഭാഷയിലാണ് ഇത് രചിച്ചിട്ടുള്ളത്. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളിൽ നിങ്ങളെത്താൻ ആരുടെ വരികളാണിത്? ഉത്തരം കുമാരനാശാൻ.
മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്? ഉത്തരം വാസനാവികൃതിയാണ് ആദ്യത്തെ ചെറുകഥ. വാസനാവികൃതി എന്ന ചെറുകഥ രചിച്ചത് ആരാണ്? ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ബാലമുരളി എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്? ഉത്തരം ONV കുറുപ്പ്. യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. കുമാരനാശാന്റെ വീണപൂവ് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് പ്രസിദ്ധീകരണത്തിലാണ്? ഉത്തരം മിതവാദി പ്രസിദ്ധീകരണത്തിലാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. മലബാറിലെ ഔഷധ സസ്യങ്ങളെപ്പറ്റി ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകം ഏതാണ്? ഉത്തരം ഹോർത്തൂസ് മലബാറിക്കസ്. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജോർജ് വർഗീസ്. ഇ റീഡിംഗ് എന്നതിൽ ഈ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഉത്തരം ഇലക്ട്രോണിക്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് അവതാരിക എഴുതിയതാര്? ഉത്തരം വില്യം ബോർട്ടൺ ഇയേഴ്സ്. MD വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1958. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം MK മേനോൻ. വായിക്കപ്പെടുന്നത് എന്ന് അർത്ഥമുള്ള മുസ്ലിംകളുടെ പുണ്യഗ്രന്ഥം ഏതാണ്? ഉത്തരം വിശുദ്ധ ഖുർആൻ. PN പണിക്കരുടെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാലയുടെ പേര് എന്താണ്? ഉത്തരം സനാതനധർമ്മം. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം PC ഗോപാലൻ. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരുടെ ആത്മകഥയാണ് ഇത്? ഉത്തരം അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? ഉത്തരം ജ്ഞാനപീഠ പുരസ്കാരം. വാസ്തുഹാരക എന്ന ചെറുകഥയുടെ രചയിതാവ് ആരാണ്? ഉത്തരം ശ്രീരാമൻ. കോട്ടയ്ക്കൽ ശിവരാമൻ ഏത് കലാരൂപവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം കഥകളി. ആരാച്ചാർ എന്ന നോവൽ രചിച്ചത് ആരാണ്? ഉത്തരം KR മീര. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ഉത്തരം ദേശസേവിനി ഗ്രാമീണ വായനശാല, എറണാകുളം. തിരുവിതാംകൂർ ലൈബ്രറി അസോസിയേഷന്റെ മുദ്രാവാക്യം എന്താണ്? ഉത്തരം വായിച്ചു വളരുക. കേരള ഗ്രന്ഥശാല ദിനം എന്നാണ്? ഉത്തരം സെപ്റ്റംബർ 14. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം SR രംഗനാഥൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും, അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2K സബ്സ്ക്രൈബേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.